താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് തലയ്ക്കടിയേറ്റ് മരിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ ഷഹബാസിന്റെ പിതാവ് തടസ്സവാദം ഉന്നയിച്ചതോടെ കേസ് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികൾക്ക് ജാമ്യം നൽകരുതെന്നും കൂടുതൽ രേഖകൾ സമർപ്പിക്കാനുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ തടസ്സവാദം ഉന്നയിച്ചിരുന്നു. അതിനാലാണ് ചൊവ്വാഴ്ച ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി കേസ് മാറ്റിവെച്ചത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് നേരത്തെ ജാമ്യഹർജി തള്ളിയതോടെയാണ് കുറ്റാരോപിതർ ജില്ലാ കോടതിയെ സമീപിച്ചത്. പ്രതികളായവർ സ്വാധീനമുള്ളവരാണെന്നും പുറത്തിറങ്ങിയാൽ കേസന്വേഷണത്തെ ബാധിക്കുമെന്നും ഇക്ബാൽ വാദിച്ചു. മകന്റെ കൊലപാതകത്തിൽ റിമാൻഡിലായവരിൽ ചിലരുടെ രക്ഷിതാക്കൾക്കും പങ്കുണ്ടെന്ന് നേരത്തെ ഷഹബാസിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ട്യൂഷൻ സെന്ററിൽ നടന്ന പ്രശ്നത്തിന്റെ തുടർച്ചയായി വിദ്യാർത്ഥികൾ തെരുവിലേറ്റുമുട്ടിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിരിക്കെ മരണത്തിന് കീഴടങ്ങി. താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ സായൂജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കൊലപാതക കുറ്റത്തിന് 6 പേരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇവരെ ഒബ്സർവേഷൻ ഹോമിലടച്ചു. SSLC വിദ്യാർത്ഥികളായ കുറ്റാരോപിതർക്ക് പരീക്ഷ എഴുതാൻ സൗകര്യമൊരുക്കി കൊടുത്തതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ജനം, കോഴിക്കോട്.